എന്നെ പോലും നോക്കാതെ പോകുന്ന പോക്കണ്ടതൊന്നും എന്തോ വലിയ അത്യാവശ്യത്തിനാണെന്ന്. അല്ല, വിശപ്പിന്റെ വിളിയത്. അങ്ങനെ ഞാൻ ആദ്യം കാറിൽ പോയി കയറി. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. ഇന്ന് നല്ല അടിപൊളി വെതറായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ വെച്ച് പുറത്തൊക്കെ നോക്കിയിരുന്ന് ചില്ല് ചെയ്തിരിക്കുമ്പോഴേക്കും ദേ നമ്മുടെ സ്ഥലമെത്തി, ഏഷ്യൻ ബുഫേ. അങ്ങനെ വാതിലൊക്കെ വലിച്ചു തുറന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള ഗെയിംസും ടോയ്സും പിന്നെ ഒരു കുഞ്ഞൊരു അക്വേറിയം ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഫുഡാണല്ലോ. വാ, നമുക്ക് ഫുഡ് അറ്റാക്കാൻ പോവാം. ആയിട്ട് നമുക്ക് 4 വെറൈറ്റീസ് ഓഫ് സൂപ്സും ചിക്കൻ്റെ പല വെറൈറ്റീസും സ്പ്രിംഗ് റോള്, ഷ്രിംപ്, പോർക്ക്, ബീഫ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. മെയിൻ കോഴ്സായിട്ട് ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചിക്കൻ കറീസ്, ബീഫ് കറി, പോർക്ക് കറി, സ്ക്വിഡ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ ബീഫിൻ്റെ യുദ്ധം തുടങ്ങി. ഇവിടെ വന്നേ പിന്നെയാണ് ഫോക്ക് ആൻഡ് നൈഫൊക്കെ യൂസ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത്. എനിക്കതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചേരെ തിന്നണം, നാട്ടിൽ ചെന്ന നടുത്തുണ്ടം തിന്നണം എന്നാണല്ലോ. പുള്ളിയാണെങ്കിൽ വൻ തീറ്റയാണ്. അങ്ങനെ കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ കഴിക്കാൻ പഠിച്ചു ഫോക്കും നൈഫും വെച്ച്. ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് കഴിക്കും. എഗെയിൻ ഞങ്ങൾ അടുത്ത റൗണ്ട് പോയി. ടോട്ടലൊരു 3 റൗണ്ടുകളും പോയിട്ടുണ്ട്. ഡെസേർട്ടായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. കേക്ക്, കസ്റ്റേർഡ്, ചോക്ലേറ്റ് ബ്രൗണീസ്, ഫ്രൂട്ട്സ്, ജെല്ലീസ്, കുക്കീസ്, അത് ഓക്കെ ആയിരുന്നു. അത്ര അടിപൊളിയൊന്നും ആയിരുന്നില്ല. വയറ് നിറച്ച് ഫുഡ് കഴിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ലാസ്റ്റ് ഞാനൊരു കയ്യും പിടിച്ച് അങ്ങോട്ട് നടന്നു. പോക്കറ്റിലൊക്കെ ആയിട്ട് നടന്നപ്പോഴാണ് ഒരു സാധനം കിട്ടിയത്, ഫോർച്യൂൺ കുക്കീസ്. ഇത് അവർ നമുക്ക് ബില്ല് ചെയ്ത് കഴിയുമ്പോൾ തരുന്ന സാധനം. എന്നാൽ പിന്നെ എൻ്റെ ഫോർച്യൂൺ ഒന്ന് പൊട്ടിച്ച് നോക്കാമെന്ന് വെച്ചു. Your energy is at a peak, channel it into creative activities. ഓക്കെ, എന്നാൽ ഞാൻ ക്രിയേറ്റീവായിട്ടൊന്ന് ഉറങ്ങിച്ച് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.